നിങ്ങൾ അറിഞ്ഞോ, ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവാൻ തീരുമാനിച്ചു. ഇവിടെ കാടും പടലും പിടിച്ച് മൂർക്കം പാമ്പും രാജവെമ്പാലയൊക്കെ ഇടുന്ന് ചക്കര വള്ളിക്കിഴങ്ക് മാമ എനിക്കിത് ചെമ്പടി. ഒന്നും കിടക്കലേ എടാ കൊത്താൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞിരിക്കാം. ഒക്കെ ചാവാലികളാ. ചുണ്ടങ്ങി പൊട്ടിച്ച് തൈരില് മറ്റേ കൊണ്ടാട്ടം ഉണ്ടാക്കാം. കൊണ്ടാട്ട ചമക്കല് തെങ്ങി കൊണ്ടാട്ടം പോതും ഉപദ്രവിച്ചാലും ആള് കണ്ട നമുക്ക് ഇഷ്ടം പോലെ വിളവ് തോന്നും. നിങ്ങൾ അറിഞ്ഞോ, ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവാൻ തീരുമാനിച്ചു. അയ്യ എന്താ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോ എന്താ എല്ലാവരും ചിരിക്കണേ? ദേവിയുണ്ട് ചിരിക്കണു. അതെ, എനിക്ക് ലൗകിക ജീവിതം മടുത്തു. അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തി ക്യാമറയുടെ പിന്നിലുണ്ട്. അജേട്ടൻ വിടുകയാണ്, പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാൻ. ഇവരെടുത്താൽ മതി എന്നെ ഇവിടെ. ഫസ്റ്റ് സീൻ ഷൂട്ടിങ് തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നേക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിമിലത്തെ ഫസ്റ്റ് സീനല്ല കേട്ടാ, ഞങ്ങൾ അഭിനയിക്കാൻ പോകുന്ന സീൻ ഇവിടെ ഒളരി എന്തൊരു ചേച്ചീൻ്റെ പേര് നവജ്യോതി പ്രൊവിൻസിലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒളരിക്കര പുല്ലഴി അവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടാ. ആ അപ്പോൾ അവിടെയാണ് ഫസ്റ്റത്തെ സീൻ. ഞങ്ങൾ 3 പേരും ആണ്. അപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ചേച്ചിയുടെ കൂടെയാണ് അഭിനയിക്കാൻ പോകണം. എനിക്ക് പിന്നെ അധികം ഡയലോഗില്ല. ഡയലോഗ് മുഴുവൻ ക്രിസ്റ്റിക്ക. ഞാൻ പിന്നിൽ നിൽക്കുള്ളൂ, ക്രിസ്റ്റിയുടെ പിന്നിൽ നിൽക്കുള്ളൂ. റിൻഡൻ അസിസ്റ്റന്റ് ആണ് ഡയറക്ടർ. അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. നമ്മുടെ കിഷോറിന്റെ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പോയി. കിഷോറിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി. കിഷോറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ഒരാളാണ് റിച്ചാർഡ്. റിച്ചാർഡാണ് എന്റെ മോൻ. മോനറിയില്ല. ശരി, റിച്ചാർഡിനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചേ അപ്പൊ ജോഫിനെ എവിടെയാണ്? അതെ അല്ലേ. ഒരു സീൻ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 2 കഴിഞ്ഞു. ഫാസ്റ്റ്. അവര് ഭയങ്കര ഫാസ്റ്റാ. നമ്മുടെ ഷൂട്ടിംഗ് നമ്മുടെ ഷൂട്ടിംഗ് പ്രേമേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രേമേട്ടൻ ഉണ്ട്. അറിയില്ലേ? അതെ സത്യൻ ശീല. സത്യൻ. ഞങ്ങളുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 7:30 തുടങ്ങാന്ന് പറഞ്ഞാൽ 7:30 ഞങ്ങൾ ഉറക്കത്തിന്ന് എണീക്കുക. എന്നിട്ട് 10 മണിക്കാണ് തുടങ്ങുക. 2 സീൻ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഈ സമയമായപ്പോഴേക്കും അടുത്ത് ഇനി ഷൂട്ട് ചെയ്യാൻ പോവാണ്. പള്ളിയില് പ്രാർത്ഥിക്കുന്ന സീനാണ്. ഇല്ലില്ല, അരിയുന്നാവില്ല വർക്ക്. അതിലും വലുത് അതുക്കും മേലെ. എൻ്റെ പേര് മാറ്റിയിട്ടാ. അത് നിങ്ങൾക്കറിയാലോ, സിസ്റ്റർ ബ്ലസ്സി എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പേര്. ഇത് ക്രിസ്റ്റി ആയിരുന്നു. ഇപ്പോൾ ഇത് സിസ്റ്റർ ജസീന്ത. സിസ്റ്റർ ജസീന്തയുടെ മകൻ. സിസ്റ്റർ ജസീന്തയുടെ ഭർത്താവ് റിൻഡൻ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. സംവിധായകനാണ് കേട്ടോ ജഗ്ഗുവിൻ്റെ അന്നത്തെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തില്ല ആൾ തന്നെ. വീട് പണിയുന്നവർ. വീട് പണി കഴിഞ്ഞു. വീടിന്റെ ഉള്ളിലത്തെ ഭാഗമാണ് ഇപ്പോ. അപ്പൊ തുടങ്ങട്ടെ ഞങ്ങൾ. Okay. Alright. Action. ഇവരെ കന്യാസ്ത്രീയായിട്ട് അഭിനയിക്കാനുണ്ട്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ ചായ കുടിക്കാൻ അതിൻ്റെ അകത്തേക്ക് സിസ്റ്റർമാർ വിളിച്ചു കൊണ്ടുപോയി. ഈ ഇതുണ്ട് ഡൈനിങ് ടേബിളും ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ആ സമയത്ത് ഈ കുറേ കന്യാസ്ത്രീകളായിട്ട് ഒരു വണ്ടി വന്നു. ഒരു വണ്ടി അവരെ മീറ്റിംഗ് നടക്കണ്ടായിരുന്നു. വണ്ടി വന്നു, സിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്. അത് വന്ന് ആ സമയത്ത് തന്നെയാണ് ഈ സരിതയും ക്രിസ്റ്റിയും പുറത്തേക്ക് ഇറങ്ങുന്നത് വഴിക്ക് അതിലത്തെ ഒരു സിസ്റ്റർ ചോദിക്കുന്നു, നിങ്ങളേത് മഠത്തിലെത്തിയാന്നില്ല? എവിടെന്നാ വീട് അല്ല എവിടെന്നാ വരണേന്ന് ചോദിച്ചപ്പോൾ ഞാനപ്പോൾ വീട് എവിടെയാന്നാവും.
ഇവർക്കറിയാലോ, ഇവരിവിടെ ഉള്ളവർ തന്നെയാവുമല്ലോ. അപ്പൊ ഇവിടെ ഷൂട്ടിങ് നടക്കണത് ഇവർക്കറിയാലോ. എന്റെ വീട് എവിടെയാന്നാവും ഉദ്ദേശിക്കണേ വെച്ചാൽ ഞാൻ ഒല്ലൂർന്ന് പറഞ്ഞു. ആ ഒല്ലൂരാണല്ലേ, ഒല്ലൂര് മറ്റേ ഉപ്രാസിയമ്മയുടെ ഇതൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്നിട്ട് ഏതാ കോൺവെന്റ് മടങ്ങ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവര് ഒറിജിനൽ കന്യാസ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നതാണ്. അയ്യോ അപ്പൊ കന്യാസ്ത്രീ അല്ലേ? അപ്പൊ അല്ല. അപ്പൊ മോളുടെ കല്യാണം കഴിഞ്ഞതാണോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് നോക്കിയേ, നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ ഈ ഫ്രണ്ട് വശം നോക്കിയേ, ഇവിടെ കാടും പടലും പിടിച്ച് മൂർക്കം പാമ്പും രാജവെമ്പാലയൊക്കെ ഇടുന്ന് നടന്ന സ്ഥലങ്ങളാണ്. എവിടേക്ക് പോയാവോ ഇതൊക്കെ നോക്കിയാൽ ഇവിടെ പുല്ല് നമ്മുടെ അണ്ണൻ ഉണ്ട്, കറുപ്പയ്യണ്ണൻ ചെറിയേട്ടൻ ഇവിടെ നിർത്തി വെടുപ്പായിപ്പിച്ചു കംപ്ലീറ്റ്. ആ ഗേറ്റിന്റെ അവിടെ തൊട്ടുള്ള റോഡൊക്കെ അടിപൊളിയാക്കിട്ടാ അണ്ണനും ചെറിയേട്ടനും കൂടി നിന്നിട്ട് സൂപ്പർ ആക്കി റോഡ്. ഇത് നടുക്ക് കുഴിയായിട്ട് വെള്ളം കെട്ടിക്കല്ലായിരുന്നു മഴ പെയ്യുമ്പോ. അപ്പൊ ആ രണ്ട് പുല്ലും ഇതൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് രണ്ട് സൈഡിൽ ഉയർന്നോടന്നൊക്കെ തട്ടി നിരത്തി റോഡ് നല്ല ഭംഗിയാക്കി. ഇപ്പൊ അണ്ണൻ അവിടെ പണി കണ്ട അപ്പൊ പറമ്പില് ക്ലീൻ ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട് അണ്ണ. അണ്ണാ ആ ഹായ്, സൗഖ്യമാ? ആ ഫുഡ് കഴിച്ചാച്ചാ? ആ ഞങ്ങളിവിടെ എന്താ വേല പാക്കല. ആ ആ മധുരക്കിഴങ്ങ് പറക്കില. ആ ഒന്നുമില്ല, മലയാളത്തിൽ പറഞ്ഞാ പോതുന്ന് അണ്ണൻ പറഞ്ഞിട്ടില്ലേ. ആൾക്ക് ചില സമയത്ത് മലയാളം അറിയില്ല, തമിഴ് അറിയില്ല, അങ്ങനത്തെ ടൈപ്പ്. അതെ, രണ്ടും അറിയില്ല. അതേ ചേട്ടന് പിന്നെ രണ്ടും നന്നായിട്ട് അറിയാലോ. അതേ നമ്മള് കുറെ നാളായിട്ട് നമ്മള് ഒരു മധുരക്കിഴങ്ങ് തങ്കാൻറ്റി കൊണ്ടിട്ട് മധുരക്കിഴങ്ങ് നമ്മള് പറിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം, അങ്ങോട്ട് ഇരിക്കുക. കണ്ട ഈ തെങ്ങിൻ്റെ ഇടയ്ക്കില് നമ്മള് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുമ്പ് ഞാൻ അത് വലിച്ചു കളഞ്ഞു. അതിന് കളഞ്ഞതിന് എന്നെ കുറേ ചീത്ത പറഞ്ഞു ആളുകൾ, വലിച്ചു കളയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൽ പകരം നമ്മൾ വീണ്ടും നട്ടു. അപ്പോൾ ഇതിപ്പോൾ ഒരു 5-6 മാസമായിട്ട്. അപ്പോൾ നമ്മൾ വിളവെടുപ്പ് ഈ പറിച്ചൊന്നുമില്ല, ഇതിൻ്റെ കടയ്ക്ക് വില ഉണ്ടായൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് കാലത്ത് ചെറിയേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ഈ സാധനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് അല്ല ഈ എന്താ പറയാ ഉള്ളില് കിഴങ്ങുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സമയത്ത് പറിച്ചില്ലെങ്കിൽ അത് ചീഞ്ഞല്ല, പിന്നെ ചീഞ്ഞല്ല, അത് ചുങ്ങി വീണ്ടും പോവും. അപ്പൊ നമുക്ക് ചേനയിലും നമ്മൾ പറിച്ചില്ലെങ്കിൽ പോവില്ലേ? അതന്നെ പിന്നത്തെ കൊല്ലം വീണ്ടും നമ്മൾ ആദ്യം പുതിയ ആക്കി. അപ്പൊ നമുക്ക് ഇതിൽ ഞാനേ അപ്പൊ ചേട്ടാ വന്നപ്പോ ആദ്യം വല്ല വടി കൊണ്ടൊക്കെ ഒന്ന് തട്ട് ചേട്ടാ, എന്നിട്ട് കൈയിടാം. അപ്പൊ ഒന്ന് നമുക്കിതൊന്ന് പറിക്കത് ഇത് വിളവെടുക്കാം നമുക്ക്. അണ്ണനെ കാലത്ത് തന്നെ നമ്മുടെ ഈ 4 തമിഴ് കേട്ടില്ലെങ്കിൽ അണ്ണന് സമാധാനല്ലേ. കാലത്ത് കണ്ട പറിച്ചപ്പോ ഒരെണ്ണം കിട്ടിയതാ കണ്ട. ഇങ്ങനത്തെ വലിയതൊന്നും ഇല്ല, പറഞ്ഞ പോലെ പാമ്പ് ചേമ്പൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇത് പറിക്കാൻ പോകണം. എന്നിട്ട് ഇതിന്റെ വേര് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുഴിച്ചിടാം. വേര് അല്ലെങ്കിൽ മറ്റേ സാധനം തണ്ട്. അപ്പൊ സരിതേരെ ഒരാഗ്രഹമായിരുന്നു കന്യാസ്ത്രീയിട്ട് ഒന്ന് അഭിനയിക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇല്ലേ? അത് വിളിച്ചിട്ട് അവര് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമോ ചോദിച്ചു. കന്യാസ്ത്രീയാണ് വേഷം കേട്ടപ്പോ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ആ വേഷം വിടാനായിട്ടുള്ളൊരു ആഗ്രഹം കൂടെ ഉള്ളിൽ വന്നതാ. അത് കേട്ടപ്പോ അല്ലാണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പൊ കന്യാസ്ത്രീയുടെ വേഷപ്പിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേ ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടേ ആ യൂണിഫോം ഇടാനായിട്ടൊരു അങ്ങനത്തെ ഒരു വേഷം ചെയ്യാനായിട്ടൊരു ആഗ്രഹം വന്നു. അതെ, ഇല്ല അത് കഴിഞ്ഞു. പിന്നെ വേറെ അല്ല, പുറത്തുനിന്ന് വല്ലതും ഇനി വരാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് അങ്ങനെ ഓരോ വിളിക്കാറുണ്ട് അഭിനയിക്കുമോ ചോദിച്ചിട്ടേ, നമ്മുടെ ഷോർട്സും ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ അപ്പോൾ ഒക്കെ ഞാൻ എന്തുട്ടാ ക്യാരക്ടർ എന്ന കഥ ഒന്നും ചോദിക്കാറില്ല, അപ്പനെ ഞാൻ നോ പറയാറാണ് പതിവ്. അപ്പം നമുക്കത് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. നമ്മുടെ വീട്ടിൽ അഭിനയിക്കാൻ പറ്റണ പോലെ പുറത്ത് എനിക്ക് അങ്ങനെ പോയാലൊന്നും പറ്റില്ല. പക്ഷെ ഇത് പെട്ടെന്ന് കന്യാസ്ത്രീ നിങ്ങൾ കേട്ടപ്പോൾ ഒരു രസം തോന്നി ആ വേഷടാൻ. അല്ല അതും നല്ല ഭംഗി, നല്ല അനുയോജ്യമാണ്, നല്ല ഇതുണ്ട് അങ്ങനത്തെ കന്യാസ്ത്രീകളെ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ അമർന്ന്
ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പുഴുങ്ങാം. ഒന്നുമില്ലല്ലോ ഇതിൽ പറക്കണറി കൈക്കോട്ടുകൊണ്ട് പറക്കണല്ലോ. ആ ഇപ്പൊ ഒന്ന് ഇതിന് മുകളിൽ നിറയെ ഈ വള്ളികളാണ് നിറയെ. കണ്ട ഈ ഇല തോരൻ വെക്കുന്നു പറഞ്ഞില്ലേ ആളുകൾ പറഞ്ഞില്ലേ. ഈ പറിച്ചത് വേണമെങ്കിൽ എല്ലാ തെങ്ങിന്റെ അടക്കിലും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എല്ലാ തെങ്ങിന്റെ കടയും ഈ ഒരു പച്ച കാട് പിടിച്ച പോലെ അല്ല ഇതിനൊരു നല്ലൊരു ഭംഗിയുണ്ടല്ലോ കാണാൻ. ആ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ പാമ്പും താങ്ങി മയിൽ വന്ന് കിടന്നു കഴിഞ്ഞാലേ അറിയില്ല. ഇനി നമ്മള് പറക്കാൻ പോകട്ടാ വല്ലതും ഉണ്ടോന്ന് ദൈവത്തിനറിയാം. അയ്യോ ഇത് പറ കിട്ടിയില്ല. ഇത് ചെറുത് ഗ്ലാസ് എടുത്തേ. ഇതേ മറ്റേതുകൊണ്ട് തന്നെ മാന്തിയാ മതിയാ. കിട്ടി അടുത്തത് കിട്ടി. നീ എടുത്തോ. ഈ കൈക്കോട്ടുകൊണ്ട് കളിക്കുമ്പോ കള കിട്ടുമോന്നാണ് ഒരു പേടി. മറ്റേ സാധനം കൊണ്ട് അടുത്ത് കിട്ടി. അയ്യോ ചെറുതാ. ആ സാധനം കൊണ്ട് പറിക്കാൻ നോക്കി അത് താഴില്ലേ. അല്ല കൊത്തിയായിരുന്നു നല്ലത്. കൊത്തിയാണ് എൻ്റെ അടുത്തുണ്ട്. അണ്ണ കൊത്തി ഉണ്ട് അവിടെ. കൊത്തി അതല്ല കൊത്തി ആള് പിക്കാസ് കിടക്കിയങ്കോ. എന്താ പിക്കാസ് മലയാളം തെരിയുമാ അണ്ണനെ മലയാളം തെരിയുമാന്ന് ചോദിക്കുന്നു. ഇത് ഭയങ്കര തൂക്കമുള്ള പിക്കാസ, ഭയങ്കര വെയിറ്റ്. ചിന്നും കിന്നൊന്നും വേണ്ട. ഇത് മതി. ഇത് വെറുതെ ഒന്ന് പറിക്കാൻ അണ്ണ. മധുരക്കിഴങ്ങ് എന്ത് പറയാ? ഓ ഒരു പാട്ടുണ്ട്. ചക്കര വള്ളിക്കിഴങ്ക് മാമ എനിക്കിത് ചെപ്പടി എപ്പടി. ആരെന്നറിയോ? പ്രഭുദേവിയും വരെയുള്ള പാട്ടില്ലേ? സന്ധ്യ അറിയോ? സന്ധ്യ എന്ന് പറഞ്ഞാല് എഴുതി കാട്ടുകുതിരയില് അഭിനയിച്ചില്ലേ ഒരു പാട്ട്. അതിന് ചക്കരവള്ളി കിഴങ്ങ് சமஞ்சது எப்படி அப்படின்னு அந்த பெண்ணு படிக்கும். എപ്പടി എപ്പടി നീ ചമഞ്ചത് എപ്പടി അങ്ങനെ പറയും. സംസാരത്തിലെ എന്റെയൊക്കെ ചെറുപ്പകാലത്തേ, ഞാൻ കുളന്തയായിരിക്കുന്ന കാലത്തേ ഈ പാട്ട് ബഹുത്ത് ഹിറ്റ്. ഫേമസ് ഈ പാട്ട് നല്ല ഫേമസ്. ടിവിയിലെ അന്ന് VCR വീഡിയോ കാസറ്റ് ഉണ്ട്. അത് ഇട്ടിട്ട് കാണും ഈ പാട്ടുകൾ. തമിഴ് പാട്ടുകളെ. തമിഴ് പാട്ട് അതല്ല അണ്ണാ, ഞങ്ങളുടെ പണ്ട് കൊടൈക്കനാലൊക്കെ പോയില്ലേ, ഊട്ടിയൊക്കെ പോയില്ലേ, അപ്പൊ ഹോട്ടൽ റൂമില് TV ഉണ്ടാവും. അതില് അവര് തമിഴ് പാട്ട് വെച്ച് തരും. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളായിരിക്കും കുറെ വൈകുന്നേരം. അപ്പൊ കൊറേ അന്ന് നമുക്ക് പാട്ട് കാണാൻ അവസരം കിടയാത്. ഇപ്പൊ അതുക്ക് മേലെ പോയി പാട്ട്. അപ്പൊ ചക്കര വള്ളിക്കിഴങ്ങ് പറിക്കാൻ കിട്ടാ. ഇതില് വല്ലതുണ്ടോന്ന് നോക്കുക, മണ്ണിന്റെ അടിയിൽ വല്ലതുണ്ടോന്ന്. കുറച്ചേ കണ്ട, ആകെ 2 വർഷം കിട്ടി. എന്തേ പുളിയുറുമ്പല്ല, അരിച്ചാൻ அதுக்கு பேரு தமிழ்ல ചുളുക്ക്. அது கடிச்சாலே அது சாதனம் பேக்கல கடிக்கும். பேக்கல உன்னோட கடிக்கல, இங்கனால ഭയങ്കര സ്പീഡാ. അരിച്ചാൻ കടിച്ചു. ആ സാധനം എടുത്ത് ഇതാക്കണേ നമ്മൾ പഠിക്കണ്ട. അവിടെ ഇങ്ങോട്ട് പോകുന്നു പണിക്ക്, അങ്ങോട്ട് പോക്കോ. ചെറിയേട്ടന്റെ അവിടെ പണിയെടുത്തോടുന്ന ആളാ ചെറിയേട്ടന്റെ പറമ്പില്. ഇതിലേ ഒന്നും ഇല്ല. എന്തുകൊണ്ട് സരിത ഒന്നും കിടക്കലേ. ഇനി ഇവിടെ നിങ്ങളുടെ വീഡിയോ മൊത്തം തമിഴ് പറഞ്ഞ ചേട്ടൻ. ഞാൻ കുറച്ച് നേരം ചിരിക്കട്ടെ. ബഹുത്തൊക്കെ ഹിന്ദിയൊക്കെ പറയണ അതിൻ്റെ ഇടയിൽ.
ഇതിലുള്ളത് കൊഞ്ചം കൊഞ്ചം ചെറുതാണ്. കൊഞ്ചം കൊഞ്ചം ചെറുതല്ലേ? കണ്ട ഒന്നും കാണില്ല. ഉള്ളത് കണ്ട അതിക്ക് ചാവാലി കണ്ട ഇതിൻ്റെയൊക്കെ കുഞ്ഞു തലകൾ കണ്ട. ഞാൻ ആദ്യം വളമുണ്ട് അല്ലേ ഇവിടെ? വളമുണ്ട്, പക്ഷെ ഈ സാധനം അങ്ങനെ ഉണ്ടായില്ലെന്നുണ്ട്. കണ്ട തെങ്ങിൻ്റെ കടയൊക്കെ അടിപൊളി. തെങ്ങിൻ്റെ മുകളിൽ നാളികേരം ഉണ്ടായി തുടങ്ങി. തെങ്ങിന്റെ മുകളിൽ നാളികേരം ഉണ്ടായി തുടങ്ങിയതാ. അപ്പൊ ഇതുവരെ എന്തുണ്ടായി തുടങ്ങേ? അല്ല കണ്ട ഒന്നുമില്ല ദൈവമേ. എടാ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അധികം ഉണ്ടായപ്പോ കുറച്ച് അഹങ്കരിച്ചോ എന്നൊരു സംശയം. അത് ഇതിലല്ല, അത് അവിടെ ഇല്ല, അത് വേറെ ടൈപ്പ് സാധനത്തിലാട്ടാ. ഇതിലല്ല. ഇത് ചേട്ടൻ വലിച്ചു കളഞ്ഞില്ലേ അന്ന് വെറുതെ? അപ്പൊ കുറച്ചുകൂടി ഉണ്ടായിരുന്നു തോന്നുന്നു ഇല്ലേ? വലിച്ചു കളഞ്ഞിട്ടേ പിന്നെ എന്തൊരു കടി കടിച്ചനെ. വലിച്ചു കളഞ്ഞിട്ട് പിന്നെ നമ്മള് ഇതിൽ നട്ടാണ് വീണ്ടും. ചേട്ടന്റെ തമിഴ് കേട്ട് സഹിക്കാൻ പറ്റാണ്ട് വന്ന് കടിച്ചതായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്നിട്ടാ കഴിഞ്ഞു ഇതിന്റെ. അപ്പൊ അങ്ങനെ നാണം കെട്ട മധുരക്കിഴങ്ങ് വിളക് വെടുപ്പ് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. കണ്ട ഒന്നുമേ പോത്, ഒന്നുമേ കിടക്കലേ, അങ്ങനെ പറയും. ഒന്നുമേ കിടക്കലേ. കണ്ട ഒന്നുമില്ലെന്ന്. അയ്യോ നഷ്ടായി. നമുക്ക് വേറെ തടം പോയാൽ വേറെ എന്തെങ്കിലും ഇനി വിളവെടുത്താലോ? നമുക്ക് വിളവെടുക്കല്ല, ആ കായ്പക്കായ്ക്ക് ഇത് കേട്ടാ ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി വേറെ പണിയിലേക്ക് പോവാം. ഈ കൊത്തി ഒരു 7-8 കിലോൻ്റെ മീതിയുള്ളതാണ് കേട്ടോ. അത് അന്ന് വാങ്ങിച്ചു വന്നിട്ട് ഉപേക്ഷിച്ച സാധനം. ഇതാണോ ചേട്ടൻ വാങ്ങിച്ചിട്ട് കൊത്താൻ പറ്റാണ്ടല്ലേ കൊടുത്തത്? അതെന്തോണ്ട് ഈ സാധനേ നമ്മൾ കൊത്താൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞിരിക്കാം. അതെ അത്രയും കാനത് പറ്റില്ലേ? കൊത്താൻ അങ്ങനെയാകുമ്പോ ചിലപ്പോ ചിലപ്പോൾ തണ്ടലോടി ഇവിടെ ഒടിയും. ഒടിച്ചിട്ടൊരു നമ്മൾ മനോഹരമായി പൂന്തോട്ടം നോക്കിയേ, ഇത് പൂക്കളാണ് നിറഞ്ഞോടി നോക്കിയേ. അണ്ണാ ഈ കൊത്തി നമുക്ക് ആവശ്യമില്ലേ? നിങ്ങൾ ഈ കൊത്തി എടുത്തിട്ട് പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയെന്ന് ലോൺ ആശുപത്രി അടക്കേണ്ടി വരുന്നു. മനസ്സിലായ തരിക. കാലത്ത് ഈ വെണ്ടക്കായ ഞാൻ കുറേ പൊട്ടിച്ചുകൊണ്ട് പോയി. ഒരു വെണ്ടക്കായ പൊട്ടിക്കാൻ മറന്നറി വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെണ്ടക്കായ നമുക്ക് കിട്ടി. ഇതിലും എല്ലാം കൂടിയിട്ട് നമ്മളെല്ലാ വിളവെടുപ്പും അത് പീച്ചിങ് മൂത്തും കൊണ്ട് ഇല്ലേ അത് പൊട്ടിച്ച പീച്ചിങ് കൊണ്ട് ബജ്ജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കണ്ടാ പീച്ചിങ്ങ പിന്നെയുണ്ട് അതിൻ്റെ പീച്ചിങ്ങ. കണ്ടാ ഭയങ്കര ഒരു നഷ്ടം വന്നിട്ട് പക്ഷെ ഭയങ്കരമായി നഷ്ടം ഉണ്ടായി നമ്മുടെ പടവലങ്ങി നമ്മുടെ ഈ പുഴുക്കളില്ലേ അത് വന്ന് കംപ്ലീറ്റ് തിന്നു. പക്ഷേ ഈ 2 പടവലങ്ങിക്ക് കുഴപ്പമില്ല. ബാക്കി ഇലകൾ നോക്കിയാൽ ഒറ്റണ്ണല്ലേ പുഴുക്കൾ തിന്നിട്ട്. ഞാൻ എന്നിട്ട് കവജ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അടിച്ചു, ഒരു കാര്യം ഉണ്ടായില്ലേ. അത് കവജ് അടിക്കണ്ടെങ്കിൽ എന്നെ തുടക്കടിക്കണം, അല്ലെ ഹിറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞൊക്കെ വീണാനോ ചിലപ്പോ. വിഷം തന്നെയല്ലേ. നമ്മുടെ കയ്പക്കായ നോക്കിയാൽ വലുതായി കണ്ട കയ്പക്കായ ഇതിലത്തെ വലുതായി വരുന്നു. ഇതില് ഭയങ്കര മഴക്കാരായല്ലോ. ഞാൻ എവിടെ കയ്പക്കായ കണ്ടേ? സരിത കയ്പക്കായ കണ്ടെന്ന് നോക്കിയേ. ഇത് വേണ്ട ഒരെണ്ണം കയ്പക്കായ. അതിന് ഉറകെട്ടി കൊടുക്കട്ടെ കേട്ടോ. ഉറകെട്ടി കൊടുത്തില്ലെങ്കിൽ കിട്ടില്ല, അത് കിട്ടില്ല, കുത്ത് കിട്ടും. അണ്ണനെ ആ പാട്ടില് ചക്കരവള്ളി കിഴങ്ങ് മാമാച്ചെപ്പടി ആ പാട്ട് ആ സംവിധാനം ഞാനൊക്കെ ഏകദേശം ഒരേ പ്രായമല്ലേ തരുതേ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള പാട്ടുകൾ അതൊക്കെ, അതായത് ഞങ്ങൾക്ക് ഒരു 10-26 വയസ്സ് പ്രായമൊക്കെയുള്ള ടൈമാണത്. അതിന് അണ്ണന് ആ പാട്ട് വന്ന വഴിക്ക് അണ്ണന് നല്ല ഒരു ഓർമ്മ വന്നതേ. അപ്പൊ ഇത്ര പുല്ലുണ്ടായിരുന്ന ഭഗവാനെ. ഇല്ല പിന്നെ അല്ലൻ ചേട്ടൻ ഇപ്പൊ റിട്ടയർ ചെയ്തപ്പോ ഫുൾ ടൈം പറമ്പിലുണ്ടാവുന്ന വിചാരിച്ചപ്പോ അല്ലൻ ചേട്ടനെ കാണാനേ ഇല്ല. ഇന്നും പണിയുണ്ട്. അപ്പൊ ചെറിയേട്ടന്റെ പറമ്പാണിതേ. ചെറിയേട്ടന്റെ അണ്ണനെ നിർത്തി പറമ്പ് ക്ലീനാക്കി. അല്ല ചേട്ടൻ നേരല്ലേ പറമ്പ് കളിക്കാനും. നമുക്ക് ജൈവ സാധനം ഇങ്ങനത്തെ ഒരു അത്യാവശ്യം ഒരു കൂട്ടാനുള്ളത് കിട്ടണം എന്നുള്ള ആഗ്രഹത്താലാണ് ഇവരെയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണത്. പിന്നെ ഇവിടെ ഒരു കയ്പക്കായ ഉണ്ട്. അതേ കണ്ട വളഞ്ഞ് കിടക്കണ്ട ഒരുത്തെ. പിന്നെ ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കണ കയ്പക്കായില്ലേ ഭയങ്കര പച്ച കളറായിരിക്കും ഇലകള്. പച്ച മാത്രല്ല തണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. തിക്കായിട്ടുണ്ടാവും.
ഇലകളെ അതന്നെ കെട്ടി ഇങ്ങനെ 2 പേരെ കെട്ടി അങ്ങനെ മൊത്തം 5 കയ്പക്കായ ഉണ്ടായി. ഇനി ബാക്കിയുള്ള ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. ഉള്ള പയറ് പൊടിക്കാം. പയറൊക്കെ ചുക്കിരി പയറുകളാണ് കണ്ട എനിക്ക് കണ്ട. ചേട്ടാ ഇത് നാശായി. ഇത് ഇത് ആ ഓരോന്നായിട്ട് പയറുള്ള പയർ പൊട്ടിക്കുക. ആരോഗ്യമില്ലേ പയറെടുക്കുന്നു. ഒക്കെ ചാവാലികളാ കേട്ടാ. ഇങ്ങനത്തെ ചാവാലി പയറല്ല അവിടേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് അവിടെ വല്ല പയറുണ്ടോ നോക്കാം. മഴക്കാരൻ്റെ എന്തൊരു ചൂടാലേ. അതെ, ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ശരിക്കും നോക്കിയാൽ മഴക്കാർ ശരിക്കും കണ്ടാ ശരിക്കുള്ള മഴക്കാരുണ്ടാ. പയറുകളുണ്ട്, പക്ഷെ ഒരു എന്തൊക്കെയോ പറ്റി എനിക്ക് എന്തൊരു പാട്ടെന്ന് പറയുക സരിതനെ. ഒരു പറയില്ലേ മേലെ പറമ്പിൽ ആൺവീട്ടിൽ പറയില്ലേ സരിത, കാറ്റ് വീഴ്ച. പിള്ളേർക്കൊക്കെ തീശ കാറ്റ് വീഴ്ചയുണ്ടെന്ന് പറയില്ലേ. ഇതൊക്കെ പൊട്ടിക്കാറായ. അതൊക്കെ പൊട്ടിച്ചോ, അതൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഈ ചള്ള് ഇത് വെണ്ടക്കായിട്ട് വെച്ചോ. വെണ്ടക്കായ ഞാൻ കാലത്ത് പൊട്ടിച്ചോണമെന്നുണ്ടല്ലോ. കിട്ടണത് മതി. ഇതൊക്കെ നമുക്കൊരു കുഞ്ഞു ഭയങ്കര ഇതായി പോയി. ഒന്നും ശരിയാവണില്ല. അതെ, എവിടെയോ എന്തോ തകരാറ് പോലെ. വാ നമുക്ക് ചൂണ്ടങ്ങാര അവിടേക്ക് പോവാം. കുമ്പളങ്ങാര നോക്കി ആകാശത്തേക്ക് വരുന്നത് പോലും ഉണ്ടാവണില്ലല്ലോ. ഉണ്ടാവും. നമുക്കേ ചുണ്ടങ്ങ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്ക് ഇതിലിടാം. എന്താ പറയുക, തൈരിലിട്ടിട്ട് നീ പിടിച്ചാൽ ഞാൻ പിടിപിടുന്നതിന് പൊട്ടിച്ചുതരാം. ചുണ്ടങ്ങി പൊട്ടിച്ച് തൈരിൽ മറ്റേ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അത്രയ്ക്കധികം ചുണ്ടങ്ങിയുണ്ട്. ഒരു കാര്യം, ചുണ്ടങ്ങയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. അത് ഇവിടെ വെച്ചാലുണ്ടാവണ സാധനമായ കാരണം അതിൽ എൻ്റെ പ്രയത്നമില്ല. നമ്മുടെ മനുഷ്യ പ്രയത്നം വേണ്ടതിന് ചുണ്ടങ്ങിക്ക്. അതാണ് ഭയങ്കര പ്രതിരോധ ശേഷിയുണ്ട് അല്ലേ. വളവും വേണ്ട, കേടും ബാധിക്കില്ല. വണ്ട് നോക്കിയ വണ്ട് കണ്ടാ വണ്ട. ആ അതിന് ബാലൻസ് തെറ്റിപ്പിക്കുന്ന പരിപാടി. അത് ഒന്ന് തേൻ കുടിച്ചു പൊക്കോട്ടെ. അവറ്റുകൾ പരാഗണം നടത്തുകയാണെന്ന്. അവറ്റുകൾ ആവശ്യമുള്ളതാ. ബാലൻസ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അങ്ങനെ കൈയിട്ടടിക്കില്ലേ. അപ്പൊ ഇങ്ങനെ തരംഗ ദൈർഘ്യങ്ങൾ വരും. അപ്പൊ ആൾക്ക് പറക്കണതിന്റെ ഒരു ഇതുണ്ട്, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ബാലൻസ് പോവും. ബാലൻസ് പോയിട്ട് ആൾ നിലത്തേക്ക് വീഴും. അങ്ങനെയാണ് വണ്ടുകളെ കൊല്ലാല്ലേ. വണ്ടുകളെ നമുക്ക് കൊല്ലണ്ടാന്ന് അല്ല, വണ്ടുകളെ ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു എന്താ പറയുക, ഫിസിക്സ് അല്ലത്. ഫിസിക്സ് ഫിസിക്സിലത്തെ ഒരു തത്വം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അല്ലാണ്ട് എനിക്കോ ആ വണ്ടിനെ കൊന്നിട്ടൊന്നും നേടാനൊന്നുമില്ല. പറഞ്ഞു തന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ തത്വങ്ങളേ ആളുകൾക്ക് ഇപ്പോഴൊക്കെ നമ്മൾ ചുണ്ടങ്ങിയില്ലേ, ഇത് കറി വെച്ചപ്പോഴാണ് കൂട്ടാൻ വെച്ചപ്പോഴാണ് ആളുകൾ പറയുന്നത് ഈ ചുണ്ടങ്ങി കളയില്ലാണ്. പറ്റണതാന്ന് അറിയില്ലല്ലോ. എന്റെയും ചെറുപ്പത്തിൽ ഇത് റോട്ടിലൊക്കെ നിറച്ച് നിൽക്കുക കണ്ടിട്ടുണ്ട്. കൊറേ പേരെ വീട്ടിലേക്ക് സാധനം ഉണ്ട്, പക്ഷെ ആളുകൾക്ക് പേടിയാണ്. ഏത് ഈ സാധനം വല്ല അപകടമായിട്ടുള്ള വേഷമായിട്ട് തിന്നാൻ പറ്റണ സാധനമാണോന്ന് അറിയില്ലല്ലോ. അയ്യോ ഇതൊന്നും ആയിട്ടില്ല കുഞ്ഞിതുകള ചേട്ടാ. അത് കുഞ്ഞിതുണ്ടാവും, മൂത്തുണ്ടാവും. അത് നമ്മുടെ കുറ്റല്ല. അണ്ണാൻ ഇത് കണ്ടിണ്ടാ? ചുണ്ടക്ക. ആ, തമിഴ്നാട്ടിൽ പറയുന്നത് ചുണ്ടക്ക. ആ, ഇതെങ്ങനെയാ മറ്റേ കൊണ്ടാട്ടം ചമക്കല് എങ്ങനെയാ? കൊണ്ടാട്ടം ചമക്കല് ഇതെങ്ങനെയാ? കൊണ്ടാട്ടം പോതും മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്തിട്ടുണ്ടാക്കാ നിങ്ങൾ ഇതുകൊണ്ട്? ഇത് തട്ടണം, തട്ടി വെള്ളത്തിലിട്ട് അടച്ചിട്ട് കറി ഉണ്ടാക്കണം. അവിടെ എണ്ണയിലിട്ട് വാക്കണം. നമ്മള് തീയൽ ഇട്ട് വാക്കണം. ഇത് വരിപ്പിക്കാൻ. ഇത് തമിഴില് തട്ടാങ്കായ് തമിഴില് പറയണം. പയറ് നാങ്ക പറയുന്നത് തമിഴില് തട്ടാങ്കായ്. ചുണ്ടക്ക പറക്കല എന്തോരാ അത്. വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാലേ സരിത അടിപൊളി കൊണ്ടാട്ടം ഉണ്ടാക്കാം നമുക്ക്. അപ്പം ഞാൻ അധ്വാനിക്കാണ്ട് വിളവെടുത്തിട്ടുള്ളതാണ് ഇട്ടത്. ഇതിൽ എനിക്ക് യാതൊരു പങ്കില്ല. ഞാൻ ആ ചുണ്ടങ്ങാനവിടെ കുഴിച്ചിട്ടു വെറുതെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെ കുറേ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഉപദ്രവിച്ചാലും ആള് കണ്ട നമുക്ക് ഇഷ്ടം പോലെ വിളവ് തോന്നും. ഭയങ്കര സ്വഭാവം തന്നെയല്ലേ. അതന്നെ ഉണ്ടായതാ. അല്ല, ചുണ്ടങ്ങയുടെ സ്വഭാവം നോക്ക്. നമ്മളെത്ര ഉപദ്രവിച്ചാലും ആള് നമ്മളെ
ദ്രോഹിക്കില്ല. നമുക്ക് ഇപ്പോഴും ഇതുണ്ട്. ഈ ചുണ്ടങ്ങയുടെ സ്വഭാവമാണ് എല്ലാവർക്കും എനിക്കാവില്ല, ആർക്കെങ്കിലും മനുഷ്യന്മാർക്ക് പെട്ടെന്ന് ആവില്ല. ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരോപകാരപ്രവണം പ്രപഞ്ചം. അതന്നെ അങ്ങനെയാവണം. അപ്പോൾ ചുണ്ടങ്ങ നിൻ്റെ നല്ല സ്വഭാവമാണ് പ്രഖ്യാപിച്ചു. ഇനി ആൾക്കേ ഇതുകൊണ്ട് കൊണ്ടാട്ടം വേറെ ഉണ്ടാക്കാം. ഇനി ഡബ്ബിങ്ങിന് പോകണം. ഉച്ചതിരിഞ്ഞ് ഡബ്ബിങ്ങിന് പോകണം. 4 മണിക്ക് ചേതന സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ചേതന സ്റ്റുഡിയോയിൽ കാണാം. മേഴ്സി ടീച്ചറെ, അതാണ് എൻ്റെ ഫസ്റ്റ് ഡയലോഗ്. മേഴ്സി ടീച്ചറെ, കണ്ണു തുടച്ച ഉള്ളിലെ വിഷമം ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ ടീച്ചറെ?